കാരണം പിള്ളേരെ ഇപ്പം ഈ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ ഇങ്ങോട്ട് പെറ്റിട്ടാ ഉടനെ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ കൊണ്ടുവിടണം. നാളെ അവൻ ഇവിടെ ഇംഗ്ലീഷുകാരനായിട്ട് വളരെയല്ല. കാരണം പാണ്ഡിത്യം ഇംഗ്ലീഷിൽ കൂടുതൽ പാണ്ഡിത്യം നേടട്ടെ മക്കളെ. അപ്പോൾ നമ്മളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്കാരം വിലയ്ക്ക് വാങ്ങാൻ അങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു കൂട്ടരാണ്. ലോകരാജ്യങ്ങളിൽ ഞാൻ പറയുന്നു, ലോകരാജ്യങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളം തന്നെയാണ്. സാക്ഷാൽ ദൈവം കുടിയിരിക്കുന്ന ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് കേരളം തന്നെയാണ്. കേരള സംസ്കാരവുമാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ തലമുറ അതിനെയൊക്കെ ചവറ്റുകുട്ടയിലേക്ക് തള്ളിയിട്ട് എന്തിൻ്റെയോ പിറകിൽ അങ്ങ് പോവുകയാണ്. അതാണ് ഈ ഒരു നേരമാകുമ്പോൾ റോഡിൽ കൂടെ പോടാണ്ടില്ലേ പയ്യന്മാർ ആടി തോളത്ത് ഇടിച്ചിടിച്ച് പോണ കണ്ടിട്ടില്ലേ? ബൈക്ക് ഓടിക്കുമ്പോൾ ബൈക്ക് നേരെ പോകില്ല, ബൈക്ക് ഇങ്ങനെ വളഞ്ഞും പോണ എന്താണ്? ലോറി അടിച്ചത് കാരണം എന്താണ്? ഇതൊക്കെയാണ് നമ്മുടെ അറിവിൻ്റെ കുറവ്. ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇന്നത്തെ തലമുറ അങ്ങനെ തന്നെയാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് ഭേദം. സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ അനുസരിച്ച് വേറുള്ളവരെ മനുഷ്യനെ പച്ചക്കിട്ട് അടിച്ചു കൊല്ലുക. അതെ, പത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അടിച്ചു കൊല്ലുന്നത്. മണിപ്പൂര് നമ്മള് പത്രങ്ങൾ വായിക്കുന്നില്ലേ? മനുഷ്യനെ വെറുതെ പട്ടിയെ പോലെ കെട്ടിയിട്ട് അടിച്ചു കൊല്ലുന്ന അവിടെ നിയമമുണ്ട്. ഇന്ത്യക്കകത്തുള്ള ഒരു സംഭവമാണ്. ഇവിടെ നിയമം എല്ലാവർക്കും ഇന്ത്യൻ നിയമം ഒന്ന് തന്നെയാണ്. ധർമ്മസ്ഥലി ഇപ്പൊ ആലോചിച്ചാൽ മതി, എത്ര മനുഷ്യരുടെ ജീവനോടെ. അത് തന്നെ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ബാധകമായ നിയമം ഒന്ന് തന്നെയാണ്. ഒരു കുറ്റത്തിന് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ ഇവിടെ ഇന്നും നടക്കുന്നുണ്ട് നികിഷ്ടമായ ഒരു സംസ്കാരം. ഞാനെന്ന ഭാവത്തിന് മുൻതൂക്കമുള്ള ഒരു അധ്യായം നമ്മളെ രാജ്യം ഇന്ത്യ ഇന്നും നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം കുറച്ച് ഭേദമെന്നുള്ളത് മാത്രമേ. കാരണം ഇവിടെ കുറെ വിദ്യാസമ്പന്നരായ കുറച്ച് ആളുകളുണ്ട്. ഈ മദ്യത്തിനാണ് ഈ വിദേശികൾ ഇവിടെ ഇറങ്ങി ഈ മദ്യക്കച്ചവടം, ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയെ ഒന്ന് അവർ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാമെങ്കിൽ കേരളീയ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട ബുദ്ധിമാന്മാർ കേരളക്കാർ തന്നെയായിരുന്നു. അത് തർക്കമൊന്നുമില്ല. കാരണം ഇവൻ നിഷ്ഠയായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇവനെപ്പോലെ ജാഗ്രത ഒരുത്തിനും ഉണ്ടാവില്ല. അവൻ്റെ മൂടുപടം എന്താണെന്ന് കണ്ടെത്താനുള്ള വ്യഗ്രത അവനിലൊന്നിക്കും. അത് നിഷ്ഠ അത് പൂർണ്ണമായിട്ടും കേരളക്കാരനുണ്ട്. വിദ്യാഭ്യാസവും അതെ, അത് കേരളക്കാരനുള്ളത് കൊണ്ട് നമ്മളിവിടെ കേരളക്കാരൻ വിജയിക്കുന്നതിന്റെ കാരണം അതാണ്. പക്ഷെ അത് ഇവരെ ഈ കലക്കുകൾ കൊണ്ടുവന്ന് കൊടുത്ത് എല്ലാത്തിനെയും താറുമാറാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ. അതിൻ്റെ കുറേ ഏജന്റന്മാരും ഉണ്ട് ഇവിടെ. അവരുടെ ലക്ഷ്യം കുറേ പണം സമ്പാദിക്കുന്ന, ഏത് വിധത്തിലും കുറേ കോടികൾ സമ്പാദിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. നല്ല മാർഗത്തിലൂടെ സമ്പാദിക്കുന്നത് മാത്രമേ നിലനിൽക്കൂ, അല്ലാത്തതൊന്നും നിലനിൽക്കില്ല. ചെയ്താൽ ഇന്നത്തെ കാലഘട്ടം എന്തുകൊണ്ടാണെന്നറിയാം അങ്ങനെ സംഭവിക്കുന്നത്. ഈ ഇന്നത്തെ തലമുറ ആ ഓർമ്മ നയിക്കുന്ന ഒരു പശ്ചാത്തലം, അവർ കഴിക്കുന്ന അവസ്ഥകൾ, ഈ ലഹരി ഉൽപ്പന്നങ്ങൾ അവൻ്റെ നിഷ്ഠയെ തകർക്കുന്ന ഒരു പശ്ചാത്തലം അതിലൂടെ ഉണ്ടാകാം ക്രമം കൊണ്ട്. അങ്ങനെ വരുമ്പോൾ അവനൊന്നിനോട് ഒരു താല്പര്യമല്ലാതെ വരും. കഥ ആവർത്തിയാകുമ്പോൾ അവൻ ഒന്നിനും ഒരു താല്പര്യമല്ലാതെ വരികയും അവൻ്റെ ചിന്താശക്തി കുറയുകയും ആ രീതിയിൽ വരുമ്പോൾ ജീവിതത്തിൽ പരാജയങ്ങൾ പല രീതിയിൽ സംഭവിക്കുകയും ചെയ്യും. സ്വന്തം മക്കളുടെ കാര്യമോ ഭാര്യയുടെ കാര്യം പോലും ഓർക്കാൻ അവന് സമയം കാണില്ല. ഉച്ചതിരിഞ്ഞാൽ 2 മണിക്ക് ശേഷം ഒരുവിധപ്പെട്ടതിനൊന്നും കണ്ടുകൂടല്ലോ. നമുക്ക് ശരിക്കും നമുക്ക് വലിയ സ്നേഹം തോന്നുന്ന ഒരാൾ അല്ലാത്ത ഒരു മേഖലയിലേക്ക് ആ ആളിനെ കാണുമ്പോൾ നമുക്ക് ആ ആളിനോട് എന്താ തോന്നുന്നത്? ഓ, ഈ മനുഷ്യൻ ഇങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു ഇച്ഛാഭംഗം തോന്നുമല്ലോ. കാരണം കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. എല്ലാം ഇന്നത്തെ തലമുറ 12 വയസ്സ് കഴിയുമ്പോൾ തന്നെ ലഹരിക്ക്
സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് തന്നെ അടിമയായി കഴിയുന്നു. അത് മുന്നോട്ട് കടന്നു വരുമ്പോൾ എന്താകുന്നു? അത് ജീവിതത്തിന്റെ നല്ല ഭാഗത്തേക്ക് ഒരു 40 വയസ്സ് ഒക്കെ ആകുമ്പോ അവർക്ക് ജീവിക്കേണ്ടെന്ന് ചിന്തയാണോ? പിന്നെ അവര് ജീവിതത്തിലേക്കല്ല വരുന്നത്, അങ്ങ് കാട് കയറി അങ്ങ് പോവുകയാണ്. നമ്മൾ ആ രീതിയിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. കേരളം ആദ്യകാലത്ത് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്ന പ്രവണതകളൊന്നുമില്ലായിരുന്നു. അന്ന് നമുക്ക് സമാധാനം, മനുഷ്യനെ ഭയക്കുന്ന, ആരെയും വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരെയും അംഗീകരിക്കുന്നില്ല. മക്കള് അച്ഛനെയും അമ്മയും അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ അച്ഛൻ അമ്മ മക്കളോട് ഓരോ നിർദ്ദേശങ്ങൾ വയ്ക്കുമ്പോൾ അംഗീകരിക്കാൻ പരസ്പരം ധാരണയില്ലാത്ത ഒരു അധ്യായത്തിലേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 13 വയസ്സായ ഒരു പെൺകുട്ടി, 13 വയസ്സായ ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമായ ഒരു പയ്യനെ കണ്ടെത്തുക, അവൻ്റെ കൂടെ അങ്ങ് പോവുക. അതുവരെ വളർത്തിയ ആളെക്കുറിച്ച് ഒന്നും അവളോട് ചിന്തിക്കുന്നില്ല. എന്നെ ഇത്രയും പ്രായം വരെ എനിക്ക് ഉടുതുണി, വസ്ത്രം, ആഹാരം തന്ന് എന്നെ ഞാൻ ആവശ്യപ്പെട്ട രീതി കഴിവ് പോലെ അവർ വളർത്തി ഇത്രയും ആക്കിയ അവരെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. ഇന്നലെ വഴിയിൽ വെച്ച് കണ്ട 2 പ്രാവശ്യം ചിരിച്ചാൽ 3-ാമത്തെ ദിവസം അവരോട് പോവുകയാണ് അവള്. എന്താ അതിന് കാരണം? നമ്മളുടെ ആചാര്യ അനുഷ്ഠാനങ്ങളെ മറന്നുകൊണ്ട് നിമിഷം കൊണ്ട് വ്യത്യാസം വരുന്ന ഒരു പശ്ചാത്തലം നമ്മളുടെ കടന്നു വരുന്നു പെട്ടെന്ന്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, 4 പേര് കൂടുന്നിടത്ത് ചെന്നാൽ നമുക്ക് ഗുണം ചെയ്യുന്ന വാർത്തയല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. തന്നിഷ്ടം, തോന്നിവാസം. അപ്പൊ അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തിലുള്ള വിശ്വാസം ഇല്ലായ്മയില്ലേ അത്? അതെ, അങ്ങനെ ഒരു പശ്ചാത്തലം ക്രമേണ കൊണ്ട് നമ്മളെ ഭവനത്തിങ്ങൾ വരുമ്പോൾ അച്ഛനും മക്കളുമായിട്ട്, മക്കളെ തന്തയെ കൊന്നു എന്ന് പത്രത്തിൽ വരുന്നു, തള്ളയെ കൊന്നു പത്രത്തിൽ വരുന്നു. ഈ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഒരു 15 കൊല്ലത്തൊന്നും ഇങ്ങനെയുള്ള വാർത്തകൾ കൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു മക്കള് കാഠിന്യമായി സംസാരിക്കാൻ പറയുന്നതിന് ചെറുക്കാൻ പോലും കാത്തു നിൽക്കാറില്ല, അവർ ഒഴിഞ്ഞു നിൽക്കുകയുള്ളൂ. ഇന്നവിടെ അല്ല നമ്മൾ. ഇതിൻ്റെയൊക്കെ കാരണം ഈ മയക്കുമരുന്ന്, ഈ ലഹരിയാണ്. മനുഷ്യനല്ലാതെയായ ഒരു പശ്ചാത്തലം നമ്മളുടെ ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി കുറേ ആളുകൾ നമ്മളെ ഇളം തലമുറയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ആ വഴിയിലേക്ക് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ പഠിക്കേണ്ട, അരുതാത്തത് ആരും ആയിക്കോട്ടെ, നമ്മളെ കുട്ടികളുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മൾ കർക്കശമായിട്ട് അത് നോട്ട് ചെയ്യുക തന്നെ വേണം. നമ്മുടെ ദേശത്തുള്ളതല്ല, നമ്മുടെ പരിചയത്തിലുള്ള ഒരു വ്യക്തിയല്ല നമ്മുടെ കുട്ടികളുമായിട്ട് കൂട്ടുചേരാൻ നമ്മുടെ വീട്ടുപടിക്കൽ വരുന്നുവെങ്കിൽ നമ്മളത് അറിഞ്ഞിരിക്കണം. അവനാര്, അവൻ എന്തിനു വന്നു എന്ന് നമ്മുടെ മക്കളെ ചോദ്യം ചെയ്യാൻ നമുക്ക്. അപ്പോൾ അത് ചോദ്യം ചെയ്തവിടെ വെച്ചിട്ട് യവൻ്റെ വരവ്, യവനെടുത്തുകാരനെന്ന് അന്വേഷിക്കണം. നമ്മൾ സ്പെഷ്യലായിട്ട് അന്വേഷിക്കണം. ഇവരറിയരുത്. ഇവരറിഞ്ഞാൽ നമുക്ക് ഇവരോട് വെറുപ്പുണ്ടാവും, അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാവും. കാരണം അതിനുള്ള അന്തരീക്ഷം നമ്മുടെ ഭവനത്തുണ്ടാവും. ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നടക്കുന്ന ഒരു കുടുംബത്തെ അകറ്റി മക്കളെ കൈക്കലായി കൊണ്ടുപോകാൻ വരുന്നവരാണ്. അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കണം, ഇവിടെയുള്ള ജനങ്ങൾ തകർന്ന തരിപ്പണമാകണം. അത്രയും പൈസ അവർക്ക് കിട്ടുകയല്ലേ? അവർക്ക് കാശ് മാത്രം. എത്ര കുടുംബം തകരുന്നു, ഇത് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഈ മേഖലയിൽ ഇരിക്കുന്ന ഒരാളാകട്ടെ എങ്കിലും കൂടി ഞാൻ പറയുന്നു, ഈ ലഹരി ഉദ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരും ആയിക്കോട്ടെ, അവനെ കൈ കിട്ടിയാൽ ഇവിടുത്തെ നിയമം അപ്പുറത്ത് തന്നെ
ഉടനെ അവനെ ഷൂട്ട് ചെയ്ത് കളയണം. അവനെ പിന്നെ ഭൂമി വച്ചേക്കരുത്. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ ഒരു നിയമം ഉണ്ടാകണം, എങ്കിലേ ഇതിവിടെ അവസാനിക്കൂ. അല്ലെങ്കിൽ ഇത് കൂടി വരികയല്ലാതെ പറയില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ ഒരു വ്യവസ്ഥ എഴുതി ചേർക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ലോകം എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ ഈ വിദേശികളുടെ ഈ കടന്നുകയറ്റം. എന്തായാലും നമ്മളെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അല്ലല്ലോ ഇവിടെ ഈ നമ്മുടെ പിള്ളേർ വഴിതെറ്റിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കച്ചവട കേന്ദ്രമായിട്ട് ഇതിന്റെ ഒരു കച്ചവട വിളഭൂമിയാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ ഇവിടെ എന്താകും? ആരും ബോധമില്ലാത്തവരെ. അങ്ങനെ ഒരു കാലഘട്ടം അല്ലേ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്ന. അങ്ങനെയല്ലേ ഇപ്പൊ പണം. കാരണം ഈ സാധനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു രോഗം വന്നാൽ മെഡിസിൻ എടുത്ത് പിടിക്കുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മെഡിസിൻ ശരീരം തേക്കുന്നില്ല. ഡോക്ടർമാര് പോലും അമ്പരക്കുന്നു. കാരണം അവര് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതിന്റെ പ്രവർത്തന ശൈലികൾ വരുന്നു. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അവർക്ക് പോലും നിശ്ചയമില്ല എന്താകുമെന്ന്. ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ അതാണ് അയാൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെ കാണിക്കുക വിപരീത ഫലം എന്ന് പറഞ്ഞാൽ ഇത് ശരീരത്തിൽ ലയിച്ച് കിടക്കുകയാണ്. ഈ ഉൽപ്പന്നങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു അവൻ. ക്യാൻസറുകാരനായിട്ട് അവിടെ ചെന്നെങ്കിലും ആ മരുന്ന് ഇതുമായിട്ട് യോജിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഡോക്ടർമാർ പകച്ചു നിൽക്കുന്നു. അതായിരിക്കും പലർക്കും ഇത് വളരെ അപൂർവ രോഗങ്ങളായിട്ടൊക്കെ മാറുന്നത്. ഈ ഇപ്പോ എന്തെല്ലാം പുതിയ പുതിയ രോഗങ്ങളുടെ വാർത്തകൾ പത്രത്തിൽ വരുന്നു. ഇവിടുത്തെ ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ മറുപടിയില്ല. കാരണം അവരെ അറിയാത്ത രോഗങ്ങൾ, ഇതെന്ത് രോഗമായി മനുഷ്യൻ, ഇതെല്ലാം ഇതിലൂടെ വരുന്നതാണ്. പല സെലിബ്രിറ്റീസിന് തന്നെ വളരെ അപൂർവ അസുഖങ്ങളാണല്ലോ ലോകത്ത്. അത് തന്നെ ഈ സാധനങ്ങളിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത്. ഭാര്യമാർക്ക് ഭർത്താക്കന്മാര് കുറെ മിടുക്കന്മാര് കൊണ്ടുവന്ന് ഈ സാധനം കൊണ്ടുവച്ചിരുന്നത് രസത്തിന് കൂടാൻ വേണ്ടി പെണ്ണാട്ടിയെ കൊണ്ട് കുടിപ്പിക്കും. കരുതി കൊടുക്കില്ലേ, അവളും കുടിക്കും. ലഹരി, രാസലഹരി ആസ്വദിക്കണം. ആസ്വദിച്ച് അവസാനം എന്തോരും കുട്ടികളുണ്ടാവില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ. ഗർഭാശയ സംബന്ധമായി സർവത്ര രോഗം. ഇതൊക്കെ ഇവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുക. ഇന്നൊക്കെ പണം ഇച്ചിരി ഒരു ഭേദപ്പെട്ട എല്ലാവരുടെ കയ്യിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാകാം ഈ മാറ്റങ്ങൾ. അതുകൊണ്ട് ഞാനീ പറയുന്നത് ഈ ഇവിടുത്തെ നമ്മുടെ ഭരണഘടന തന്നെ ഒന്ന് മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. കാരണം അരുതാത്തത്, സമൂഹത്തിന് ദോഷം വരുന്ന ഒരു കാര്യം ആരിൽ നിന്നുണ്ടായ അവനെ ഉടനെ തട്ടിക്കളയുക, അതിനെ പിന്നെ വച്ചേക്കരുത്. അങ്ങനെയുള്ള ഒരു നിയമമൊക്കെ ഇവിടെ വരണം. എന്നെങ്കിൽ മാത്രമേ പേടിയുണ്ട് ഇത് കച്ചവടത്തിനാരും തയ്യാറാവില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോക്കാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് 2 കെട്ട് അങ്ങോട്ട് കൊണ്ട് വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നാളെ അവൻ പുല്ല് പോലെ ഇറങ്ങി പോകുന്നു. ആ ഒരു അവസ്ഥ മാറിയിട്ട് നമ്മുടെ ജീവകാരുണ്യ സ്നേഹം എന്നൊരു അധ്യായം നമ്മുടെ ഭരണഘടനയിൽ ഇരിക്കുന്ന കാലം വരണം. അന്നെങ്കിൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ. ശാന്തിയും സമാധാനവും. അതുകൊണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ചിങ്ങമാസമാണ് കേരളീയരെ സംബന്ധിച്ച്. പിന്നെ സ്വാതന്ത്ര്യദിനം ആയതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങള് ജനങ്ങളും കൂടെ അറിഞ്ഞിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ വാക്കുകൾ നിർത്തുന്നു.